ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുക്കാട്ടുപടിക്കടുത്ത് ബസ് റൂട്ടിനോട് വളരെ അടുത്തായിട്ട് നല്ലൊരു ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയുടെ അകത്താണ്. ഒരേ പാറ്റേണിലുള്ള 3 വീടുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. മാത്രമല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. 3 സെൻറ്റ് ലാൻഡിൽ 1550 സ്ക്വയർ ഫീറ്റിൻ്റെ 3+ യൂട്ടിലിറ്റിയാണ്. 3 സെൻറ്റിലാണെങ്കിലും ഭംഗിയായിട്ടും അതുപോലെ തന്നെ സൗകര്യത്തിന് ഒട്ടും കുറവില്ലാതെയാണ് വീട് ചെയ്തിട്ടുള്ളത്. നമുക്കിനി ഇതിൻ്റെ എലിവേഷൻ ഒന്ന് കാണാം. നല്ല വീതിയുള്ള റോഡ് കൊടുത്തിട്ടുണ്ട്, ടൈലും ആക്കിയിട്ടുണ്ട്. ഒരേ പാറ്റേണിലുള്ള മതിലാണ് കൊടുത്തിട്ടുള്ളത്. ഒരേ ഡിസൈൻ തന്നെയാണ് ഈ 4 വീടിനും വന്നുള്ളത്. ഇനി കിണറിൻ്റെ ഭാഗത്തേക്ക് വരാം. കോമൺ കിണറാണ് വന്നുള്ളത്. ഈ 4 വില്ലയ്ക്കും കൂടി കോമൺ കിണർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്ര നല്ല വേനലിലും നല്ലോണം വെള്ളമുണ്ട് ഈ കിണറ്റിൽ. തൊട്ടടുത്ത് പാടമുള്ളത് കൊണ്ട് തന്നെ ജലത്തിന് ഒരു കുറവും വരുന്നില്ല. അപ്പോൾ നല്ലൊരു കിണർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കോമ്പൗണ്ടിനകത്തേക്ക് വരാം. സ്ലൈഡ് ചെയ്യുന്ന രീതിയിലും ഫോൾഡ് ചെയ്യുന്ന രീതിയിലും ഗേറ്റ് വന്നിട്ടുണ്ട്. വലിയൊരു വണ്ടി പാർക്കാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്ത് തന്നെയുണ്ട്. ടൈലും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് കൊടുത്തുള്ളത്. അപ്പോൾ ഈ ഭാഗം വരുന്നത് ഈസ്റ്റിലാണ്. വീടിൻ്റെ മുഖം വരുന്നത് ഈസ്റ്റിലേക്കും വീടിൻ്റെ ഡോറിൻ്റെ ദർശനം വരുന്നത് നോർത്തിലേക്കുമാണ്. ഇവിടെയായിട്ട് സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ചെയർ ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഷൂ റാക്ക് കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റിൽ തന്നെയാണ് സിറ്റ് ഔട്ട് പൂർണ്ണമായിട്ടും ചെയ്തിട്ടുള്ളത്. നേരെ നമുക്ക് വീടിനകത്തേക്ക് വരാം. നമുക്കിനി വീടിനകത്തേക്ക് വരാം. വീടിൻ്റെ ഡോറ് വന്നിരിക്കുന്നത് നോർത്ത് സൈഡിലേക്കാണ്. വീടിൻ്റെ മുഖം വരുന്നത് ഈസ്റ്റ് സൈഡിലേക്കും നല്ല മരത്തിൽ തീർത്ത സിംഗിൾ ഡോറാണ് വന്നുള്ളത്. ഇനി നമുക്ക് ലിവിങ്ങിലേക്ക് വരാം. ഇവിടെയായിട്ടൊരു കോർണർ സെറ്റ് ഇടാവുന്നതാണ്. ഇവിടെയായിട്ടൊരു 2 സീറ്ററും ഇവിടെയായിട്ടൊരു കോർണറും പിന്നെ ഇവിടെ ഒരു 3 സീറ്റർ ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ടീപ്പ് കൊടുക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഈസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡ്. 3 പാളി വീതം ജനൽ കൊടുത്തിട്ടുണ്ട്. ഫുള്ള് പാനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയായിട്ടാണ് ടി യൂണിറ്റ് വന്നുള്ളത്. എത്ര വലിയ TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഗ്ലോസി ഡിസൈനാണ്. ബാക്ക്ഗ്രൗണ്ടിൽ മാറ്റ് ഡിസൈൻ വന്നിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ടി യൂണിറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിന് മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റിൽ വരുന്നുണ്ട്. ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്ന എൻട്രൻസ് ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇത് ഓരോ ബോക്സ് ഡിസൈനാണ്. ഇതിനകത്തൊക്കെ നമുക്ക് പ്ലാന്റ്സ് വെക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ LED വന്നിരിക്കുന്നതുകൊണ്ട് അതിൽ റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു എൻട്രൻസ് ഡിസൈൻ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഡൈനിങ് ഏരിയയിലാണ്. ഇതിൻ്റെ നീളം വരുന്നത് 10 അടി നീളം 10 അടി വീതിയാണ്. അപ്പോൾ നല്ലൊരു ഡൈനിങ് ഏരിയ കിട്ടി. പിന്നെ ഇതിൻ്റെ മേലെയും ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റിൽ വരുന്നുണ്ട്. ഈസ്റ്റ് സൈഡിൽ 3 പാളി ജനലും വന്നിട്ടുണ്ട്. ഫുൾ പാനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് കറക്റ്റായിട്ട് കടന്നു വീഴുകയും ചെയ്യും. 3 ഫേസ് ലൈനാണ് വന്നുള്ളത്. DB യൂണിറ്റ് ആണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് 3 ഫേസ് ലൈനും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വാഷ് ഏരിയയിലേക്ക് വരാം. വാഷ് ഏരിയ ഒതുങ്ങി മാറിയാണ് ചെയ്തിട്ടുള്ളത്. കൗണ്ടർ വാഷ് ബേസിനാണ് ഒരു ഗ്രാനൈറ്റിൻ്റെ മേലെയാണ് ചെയ്തിട്ടുള്ളത്. താഴെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. സിറയുടെ ഫിറ്റിംഗ്സ് ആണ്. മിറർ ലൈറ്റ് വന്നിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു PVC ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊരു വുഡിൻ്റെ ടെക്സ്റ്റാണ് വന്നുള്ളത്. LED ലൈറ്റിൽ വരുന്നുണ്ട്. പിന്നെ സ്റ്റോറേജ് സ്പേസ് ആണ് ഈ കാണുന്നത്. ഇൻവെർട്ടർ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. 3 സെൻറ്റ് ഭംഗിയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം. സാമാന്യം വലിപ്പമുള്ള ഒരു കിച്ചൺ തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഒരു എൽ ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. അപ്പം ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് വരുന്നുണ്ട്. 2 ടാപ്പ് വരുന്നുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് മേലെ. പിന്നെ നോർത്ത് ഈസ്റ്റ് കോർണറിലാണ് അടുക്കള വന്നുള്ളത്. ഈസ്റ്റിലേക്ക് പാചകം ചെയ്യുന്ന രീതിയിൽ ഫുഡും ഹോപ്പ് അറേഞ്ച് ചെയ്യാം. ഓൾറെഡി ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജ് വെക്കാനായിട്ട് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജ് ഒതുങ്ങി മാറിയിരിക്കുകയും ചെയ്യും. അപ്പോൾ ആ സ്പേസും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇനി നോർത്ത് സൈഡിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ ഡോറ് കൊടുത്തിട്ടുണ്ട്. തറനിലത്തിൽ നിന്ന് ഉയർത്തിയിട്ട് ഒരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പ്ലംബിംഗ് വർക്കുകളൊക്കെ ഇവിടെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരാം. മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. ഇത് വെസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡ്. 3 പാളി വീതം ജനൽ വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. 13 അടി നീളവും 12 അടി വീതിയും വന്നിട്ടുണ്ട്. ഇവിടെ ഭംഗിയായിട്ട് വാർഡ്രോബ്സ് ചെയ്തിരിക്കുകയാണ്. മിറർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് ഒന്ന് വരാം. നല്ലൊരു വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, ഡൈവേർട്ടർ, റെയിൻ ഷവർ, സിംഗിൾ പീസ് ക്ലോസറ്റ്, ഹീറ്ററിൻ്റെ പോയിന്റ്, എക്സോസ്റ്റിനുള്ള പോയിന്റും കൊടുത്തിട്ടുണ്ട്. നല്ല ഹൈറ്റ് ഉണ്ട് ബാത്റൂമിന്. മാത്രമല്ല താഴെ മാറ്റ് ടൈല് വിത്ത് ഗ്ലോസി ടവൽ റാഡ് അടക്കം കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫൈബർ ഡോറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാത്റൂം നമുക്കിവിടെ കിട്ടി. അപ്പോൾ നമ്മൾ താഴത്തെ ബാത്റൂം കണ്ടു. ഇനി അപ്പ് സ്റ്റെയറിലേക്ക് പോവാണ്. അപ്പോൾ ചെയർ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്.
നേരെ കാണുന്ന ഭിത്തി പടിഞ്ഞാറ് വശമാണ്. പെർഗോളാസ് കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റുകൾ വരുന്നുണ്ട്, സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഈസി ആയിട്ട് കയറാം. നമ്മളിപ്പോൾ അപ്പർ ലിവിങ് സ്പേസിലാണ് എന്നുള്ളത്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈസ്റ്റ് സൈഡ്, നോർത്ത് സൈഡ് 3 പാളി ജനൽ, 2 പാളി ജനൽ, പിന്നെ ഇതിൻ്റെ മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും നമുക്ക് സോഫ സെറ്റീസ് ഇടാവുന്നതാണ്. ഇവിടെ ഒരു TV യൂണിറ്റിന് സ്പേസ് കൊടുത്തിട്ടുണ്ട്, സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, പവർ പോയിന്റ് വരുന്നുണ്ട്, നല്ലൊരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റുകളും വരുന്നുണ്ട്. നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് ഒന്ന് പോവാം. നമ്മളിപ്പോൾ ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലാണ് നിൽക്കുന്നത്. ഇത് വെസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡ്. അപ്പോൾ സൗത്ത് വെസ്റ്റ് കോർണറായിട്ട് വരും. ഇതിൻ്റെ നീളം 13 അടി, വീതി 12 അടി വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്, LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് വാർഡ്രോബ്സ് കൊടുത്തിട്ടുള്ളത്. 3 സെക്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ അടക്കമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ ഒരു മിറർ വരാനുണ്ട്. ഇതൊരു മാറ്റ് ഡിസൈനാണ്. പിന്നെ ബാത്റൂമിലേക്ക് ഒന്ന് വരാം. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, 3-വേ മിക്സഡ് ടാപ്പ്, റെയിൻ ഷവർ, സിംഗിൾ പീസ് ക്ലോസറ്റ്, പിന്നെ വന്നിരിക്കുന്നത് ഹീറ്റിന്റെ പോയിന്റ് ആണ്. മേലെ എക്സോസ്റ്റും വന്നിട്ടുണ്ട്, ടവൽ റാൻഡ് വന്നിട്ടുണ്ട്, താഴെ മാറ്റ് ടൈല്, ഭിത്തി ഗ്ലോസി, നല്ലൊരു 5 ഡോറും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. ഇപ്പോൾ നമ്മളിതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ നീളം തന്നെ 13 അടി നീളം വന്നിട്ടുണ്ട്, 11 അടി വീതിയും വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്, LED ലൈറ്റുകൾ വരുന്നുണ്ട്. നല്ല വലിപ്പമുള്ള വാർഡ്രോബ്സ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഡിസൈനിൽ കുറച്ച് മാറ്റം കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റുകളൊക്കെ വരുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കബോർഡ് നമുക്ക് ഇവിടെ കിട്ടി. പിന്നെ ബാത്റൂമിലേക്ക് കയറുന്ന എൻട്രൻസിനോട് ചേർന്ന് തന്നെയായിട്ട് ഡ്രസ്സിംഗ് ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്, വേറെ LED ലൈറ്റിലൊക്കെ വരുന്നുണ്ട്. നേരെ ബാത്റൂമിലേക്ക് വരാം. നല്ലൊരു വാഷ് ബേസിൻ കിട്ടിയിട്ടുണ്ട്, മിറർ, ലൈറ്റ്, 3-വേ മിക്സഡ് ടാപ്പ്, റെയിൻ ഷവർ, സിംഗിൾ പീസ് ക്ലോസറ്റ്, ഹീറ്റിൻ്റെ പോയിന്റ്, എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൈലിൻ്റെ പാറ്റേൺ, മാറ്റ്, പിന്നെ ഭിത്തി വന്നിരിക്കുന്നത് ഗ്ലോസി 5 ഡോർ തന്നെയാണ് ഇവിടെയും വന്നുള്ളത്. ഇനി നമുക്കിതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഒന്ന് പോവാം. കവേർഡ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഏരിയയാണ്. കവേർഡ് ആയിട്ടുള്ള യൂട്ടിലിറ്റി ഏരിയ. ഇവിടെ ആയിട്ട് ടാപ്പ് പോയിന്റ്, പവർ പോയിന്റ്, ബേസ് ലൈൻ. നമുക്ക് ഇവിടെ ആയിട്ട് ഒരു വാഷിംഗ് മെഷീൻ വെക്കാം, അവിടെ ഒരു അയൺ ടേബിൾ ഇടാം. അപ്പം നല്ലൊരു സ്റ്റഡി ഏരിയ ആയിട്ട് വേണമെങ്കിൽ അതിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഫുള്ള് കവർ ചെയ്തിരിക്കുന്നുണ്ട്, ഫാൻ മാത്രം ഇട്ടേണ്ട ആവശ്യമുള്ളൂ. ഇനി ഓപ്പൺ ടെറസിലേക്ക് കയറുന്ന ഭാഗമാണത്. ഇങ്ങനെ തുറക്കാവുന്ന രീതിയിൽ സ്റ്റെയർ പൂർണ്ണമായിട്ടും കോൺക്രീറ്റിൽ തന്നെയാണ്. ഇവിടെ ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. വിശാലമായിട്ടുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയ ആണ്. അത് നമ്മൾ ഡ്രസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടി യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെയും കിട്ടി. പിന്നെ നമുക്ക് ബാൽക്കണി കാണാം. കിഴക്കോട്ടാണ് വീടിൻ്റെ മുഖം വരുന്നത്, അതുകൊണ്ട് നല്ലൊരു ബാൽക്കണി കിഴക്ക് വശത്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെ ബാൽക്കണിയിലാണ് വന്നുള്ളത്. ഈസ്റ്റ് സൈഡിലേക്കാണ് ഇതിൻ്റെ മുഖം വന്നിരിക്കുന്നത്. ബാൽക്കണി വന്നിരിക്കുന്നത് ഈസ്റ്റ് സൈഡിലാണ്. അപ്പോൾ 2 സൈഡ് റോഡ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രൈവസി നമുക്ക് ഈ വീടിന് കിട്ടും. മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്, LED ലൈറ്റിൽ വരുന്നുണ്ട്. ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ടുള്ള സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈനാണ് ഈ കാണുന്നത്. അതും ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. 3, 4, 5 ചെയർ ഇടാനുള്ള സ്പേസും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. 3 സെൻറ്റ് ലാൻഡിൽ 1550 സ്ക്വയർ ഫീറ്റിൻ്റെ 3+ യൂട്ടിലിറ്റിയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇതിന് ചോദിക്കുന്ന വില 57 ലക്ഷം രൂപ മാത്രമാണ്. ചോദിക്കുന്ന വിലയാണ്, വില നെഗോഷ്യബിൾ ആണ്. കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയയിൽ ബസ് റൂട്ടിനോട് വളരെ അടുത്തായിട്ട്, പുക്കാട്ടുപടി ജംഗ്ഷനോട് വളരെ അടുത്തായിട്ട് നല്ലൊരു പ്രോജക്റ്റിലാണ് ഈ വീട് വരുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത് കാണുവാനും ഇതെടുക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ മടിക്കാതെ തന്നെ കോൺടാക്ട് ചെയ്തോളൂ. സിമിലർ ആയിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റും നമ്മുടെ പക്കലുണ്ട്. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.